शांति। ब्राह्मण जीवन में हम सभी अपनी उन्नति चाहते हैं और ये तपस्या भी वास्तव में उन्नति के लिए ही है, क्योंकि शुरू से ही बाबा ने यज्ञ की स्थापना तपस्या के आधार से ही की और सभी ब्राह्मण जो आदि में 14 वर्षों की तपस्या चली उसको दिल से स्वीकार करते हैं। तो सहज ही अपने जीवन में भी थोड़ा थोड़ा भी तपस्या करते करते उसको निरंतर अपने को तपस्वी मूर्त बना सकते हैं। ബ്രാഹ്മണ ജീവിതത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ഉന്നതിയാണ് ആഗ്രഹിക്കുന്നത്. തപസ്സൊന്നു മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് ആധാരം. ആരംഭകാലഘട്ടത്തിലും ബാബ യജ്ഞം ആരംഭിച്ചതും തപസ്സിൻ്റെ ആധാരത്തിലൂടെയാണ്. എല്ലാ ബ്രാഹ്മണരും കുറച്ച് കുറച്ച് തപസ് ചെയ്ത് പിന്നെ തപസ്വി ജീവിതമായി മാറുകയാണ് ചെയ്യുക. और बाबा ने तो हम बच्चों को सब कुछ सहज करके दिया है, इसलिए हमारी पढ़ाई का भी नाम सहज ज्ञान सहज राजयोग है। तो तपस्या भी बाबा ने सहज करके दी है, उसमें कोई प्रकार की हमें मेहनत या तकलीफ उठाने की भी ज़रूरत नहीं है. ബാബ നമുക്ക് എല്ലാ കാര്യങ്ങളും സഹജമാക്കി തന്നു. അതുകൊണ്ടാണ് സഹജജ്ഞാനം സഹജരാജ്യയോഗം എന്നാണ് നമ്മുടെ പഠിപ്പിൻ്റെ പേര്. ഒരു അധ്വാനം അതല്ലെങ്കിൽ പരിശ്രമത്തിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കില്ല. തപസ്സു കൂടി സഹജമായി ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചു തരാണ്. कभी कभी कोई को लगता है कि ज्ञान मार्ग थोड़ा सा कठिन मार्ग है, या अपना परिवर्तन करना, अपनी उन्नति, हम इतना कहाँ पहुँच सकते हैं. परंतु ये सोचने की ज़रूरत नहीं है, क्योंकि हमको पुरुषार्थ से प्राप्ति ज़्यादा होती है. ചിലപ്പോഴൊക്കെ ചിലർ വിചാരിക്കും ഈ ജ്ഞാനമാർഗം കുറച്ച് കഠിനമാണ്, നമുക്ക് സ്വയം പരിവർത്തനം വരിക, ഇതൊക്കെ എന്നെക്കൊണ്ട് എത്ര സാധിക്കും എന്നറിയില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ സത്യത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അതായിക്കൊള്ളും. तो जब प्राप्तियां हमको होती हैं तो कोई भी प्राप्ति करने में मिलने में उसके लिए कुछ करना पड़े तो कठिन नहीं लगता है. कई बार बाबा मुरली के अंदर ये बात सुनाते भी हैं कि मैं आप बच्चों के लिए स्वर्ग का वर्षा अपनी हथेली पर लाया हूँ, माना आपके सामने है. तो सोच करके कि मैं इतनी ऊंची भाग्यवान आत्मा, इतना ऊंचा वर्षा लेने की अधिकारी बन रही हूँ, तो उसके आगे ये पुरुषार्थ करके कि मुझे अपनी उन्नति करनी है तो वो सहज लगेगा. നമുക്ക് ഏതൊരു കാര്യവും നേടണമെങ്കിൽ കുറച്ച് അധ്വാനിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിൻ്റെ പ്രാപ്തി മുന്നിൽ വരുമ്പോൾ അതിൻ്റെ അധ്വാനം നമുക്ക് പ്രയാസമായി തോന്നില്ല. ബാബി നമ്മളോട് എപ്പോഴും ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഉള്ളം കയ്യിൽ സ്വർഗവുമായി വന്നിരിക്കുകയാണ്. അതായത് സ്വർഗത്തിൻ്റെ സ്വത്ത് നമ്മുടെ മുന്നിൽ തന്നെയാണ്. അത് ഇത്രയും വലിയൊരു സൗഭാഗ്യം നമുക്ക് കിട്ടുമ്പോൾ അതിനുവേണ്ടിയുള്ള നമ്മുടെ അധ്വാനം അത് വലുതായി തോന്നില്ല. അതുകൊണ്ട് ഇത് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. तो सबसे ज़रूरी बात जो है कि हमारा पुरुषार्थ निरंतर चलता रहे और कभी भी ढीला नहीं हो, कम नहीं हो. स्व उन्नति की ये पहली निशानी है और उसके लिए बाबा ने हम बच्चों को सबसे जो अच्छी बात ब्राह्मण की, वो विशेषता कहें या गुण कहें, और वो बाबा हमें याद भी कराते रहते हैं, और वो है सदा उमंग में रहना, उत्साह में रहना. उसे कभी कम नहीं करना है. ഇതിൽ നമ്മൾ പുരുഷാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സദാ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും
തണുപ്പനാവരുത്, മന്ദഗതിയിലേക്ക് ആക്കരുത്, സദാ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കണം. അതിലും നമ്മുടെ സ്വന്തം പുരോഗതിക്കായിട്ട് ബാബിൻ പറയുന്നുണ്ട്, ഈ ഡ്രാമയിൽ ഒരിക്കലും നമ്മൾ ഉത്സാഹത്തോടു കൂടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ സാധാരണതയിൽ ഒരിക്കലും വരരുത്, ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. तो चाहे हमारे सामने कितनी भी परीक्षाएं आए, कुछ भी हो, हमें कभी भी अपना उमंग उत्साह कम नहीं करना है. നമ്മുടെ മുന്നിൽ എന്തെല്ലാം പരീക്ഷകൾ വരട്ടെ, എന്തും തന്നെ സംഭവിക്കട്ടെ, പക്ഷേ നമ്മുടെ ഉത്സാഹവും ഉന്മേഷവും ഒരിക്കലും കുറയാൻ പാടില്ല. मैं आपको इस पर एक प्रैक्टिकल मिसाल सुनाती हूँ. ഞാനൊരു പ്രാക്ടിക്കൽ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം. ब्राह्मण भाई का ही कि बहुत वर्ष पहले एक भाई ज्ञान में चले जो सुप्रीम कोर्ट के एडवोकेट थे, सीनियर एडवोकेट, और बहुत अच्छी फैमिली उनकी. ഒരു കുറേ വർഷം മുന്നുള്ള ഒരു ബ്രാഹ്മണ സഹോദരൻ്റെ കാര്യം തന്നെ പറയുകയാണ്. അദ്ദേഹം സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ നല്ല കുടുംബമായിരുന്നു. तो ये बात 70s की है. वो ज्ञान में चल पड़े, ज्ञान अच्छा लगा, लेकिन रोज़ आते नहीं थे क्योंकि उनकी व्यस्तता बहुत ज़्यादा थी. इस कारण से उनका आना संभव नहीं था. ഇത് 70കളിലെ കാര്യമാണ്. അദ്ദേഹം ജ്ഞാനത്തിൽ വന്നു, പക്ഷെ ഡെയിലി വരാൻ സാധിക്കില്ലായിരുന്നു, കാരണം അത്രയും തിരക്ക് പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. तो थोड़े ही दिनों में जो बड़ी दीदी, सामने है ना बड़ी दीदी का മൻമോഹിനി ദീദി, प्रकाश मणि दादी के साथ, ये वाला बड़ी दीदी को किस किस ने देखा है? थोड़ों नहीं देखा होगा, क्योंकि ഇത് കുറച്ച് ദിവസങ്ങളിനുള്ളിൽ ബഡി ദീദി പറഞ്ഞ ദീദി മൻമോഹിനിയിലെ യജ്ഞത്തില് ബഡി ദീദി പറയുന്നു. वो यज्ञ की बड़ी दीदी कहलाती थी. उनकी इतिहास तो अलग है. हाँ, पूर्वजों की कहानी में आप सब पढ़ना सुनना बहुत सारी बातें आती हैं, वो तो मैं नहीं अभी सुना रही. तो बड़ी दीदी और प्रकाश मणि दादी दोनों यज्ञ को ब्रह्मा बाबा और मम्मा के बाद अव्यक्त होने के संभालती रही. हाँ, बड़ी दीदी एडिशनल चीफ थी. ഇത് ബഡി ദീദീനെ ഇവിടെ ആരും കണ്ടവർ ഒരാളേ ഉള്ളൂ, ബഡി ദീദിയും. ദീദിയുടെ കഥ തന്നെ ഒന്ന് വേറെയാണ്, നമ്മുടെ പൂർവികരുടെ ഹിസ്റ്ററിയിൽ വരുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് പോകുന്നില്ല. ബ്രഹ്മ ബാബ സമ്പൂർണ്ണായതിനു ശേഷം പ്രകാശ് മണി ദാദിയും ബഡി ദീദിയും ആയിരുന്നു നമ്മുടെ യജ്ഞത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിരുന്നത്. അഡീഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന പദവിയാണ് ബഡി ദീദിക്ക് ഉണ്ടായിരുന്നത്. तो बड़ी दीदी अक्सर दिल्ली में आया जाया करती थी. ബഡി ദീദി ഇടയ്ക്കിടെ ദില്ലിയിൽ വന്നു പോകുമായിരുന്നു. क्योंकि शुरू में प्यारे ब्रह्मा बाबा ने बड़ी दीदी को दिल्ली में ही भेजा था, कमला नगर रजौरी गार्डन में. ആരംഭത്തിൽ കമലാനഗറിലേക്കാണ് ദില്ലി കമലാനഗറിലേക്കാണ് ബഡി ദീദീനെ ബ്രഹ്മബാബ സേവയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. तो जब मम्मा व्यक्त हो गई 1965 में, तो बाबा ने दीदी को मधुबन में बुला लिया. 1965 മമ്മ അവ്യക്തായപ്പോൾ ദീദീനെ ബാബ മധുബനത്തിലേക്ക് വിളിച്ചതാണ്. तो इसलिए दिल्ली से दीदी का बड़ा गहरा कनेक्शन था ही. सारे यज्ञ से ही था, लेकिन दिल्ली में सेवाएं शुरू की थी. तो दीदी किसी प्रोग्राम के कारण से पांडव भवन में आई, दिल्ली में रह रही थी. ദില്ലിയും യജ്ഞത്തിലെ ആദ്യ പൂർവികരൊക്കെ ആയിട്ട് വളരെ ക്ലോസ് കണക്ഷനാണ്, കാരണം സേവ ആദിയിൽ ആരംഭിച്ചതാണ്. അതിനും കൂടുതൽ ദീദി ദില്ലിയിൽ സേവനം ചെയ്തിരുന്നു. ആ സമയത്ത് ഏതോ പ്രത്യേക പ്രോഗ്രാമിന് വേണ്ടി ദില്ലിയിൽ ദീദി വന്നിട്ട് പാണ്ഡവ ഭവനിൽ വസിക്കുന്നുണ്ടായിരുന്നു. तो ज़रूर है, जब बड़े आते हैं तो मुखियों को, खास लोगों को उनसे मिलवाया जाता है, करते हैं ना ऐसी सेवा. तो उन वकील साहब को, उनका नाम भी सुना देती हूँ मैं, लालचंद वत्स. सारा यज्ञ जानता है उनको ना. तो उनको हमने बुलाया. गुलजार दादी भी वहीं थे, ऑलराउंडर दादी भी वहीं थे. तो गुलजार दादी को भी आया कि वकील साहब आएं और बड़ी दीदी से मिलें तो अच्छा रहेगा. तो वो मिलने के लिए आए.
യജ്ഞത്തിൽ ഇതുമാതിരി സീനിയേഴ്സ് വരുമ്പോൾ തപസ്വികളെത്തുമ്പോൾ അങ്ങനെ വലിയവരായിരിക്കുന്ന VVIPകളായവരും ബാബയുടെയായ കുട്ടികളെയും വിളിച്ച് വലിയവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിക്കുക എന്നുള്ളത് ഒരു സാധാരണ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ദീദി മൻമോഹിനി ദില്ലിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗുൽസാർ ദാദി അവിടെ ഉണ്ടായിരുന്നു. ഓൾറൗണ്ടർ ദാദി, ഗുൽസാർ ദാദിയുടെ അമ്മ, അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വക്കീലിനെ യജ്ഞത്തിൽ എല്ലാവർക്കും അറിയും. ലാൽചന്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തോട് വക്കീൽ സാബ് അങ്ങ് വന്നിട്ട് ദീദീനെ ഒന്ന് കാണണം, ദീദിയെ വന്ന് സംസാരിക്കണമെന്ന് ദാദിയും ഇൻവൈറ്റ് ചെയ്തു. तो बड़ी दीदी को उनका परिचय दिया गया भी ऐसे ऐसे ये संपर्क में हैं, कोर्स किया है. तो बड़ी दीदी के अंदर एक बहुत बड़ी कला थी. कोई भी बच्चा बाबा का VIP हो या जो भी हो, उनकी परख शक्ति जैसे और कैसे उसकी क्वालिटी को बाबा के साथ जोड़ना है, ये बड़ी दीदी के अंदर बहुत ज़बरदस्त कला थी. तो बड़ी दीदी ने जब सुना कि वकील साहब रोज़ सेंटर पर नहीं आते, तो बड़ी दीदी ने उनसे कारण पूछा. तो उन्होंने कहा, मैं सोन्नति के हिसाब से बात सुनाने जा रही हूँ. तो उन्होंने कहा, दीदी जी आप सोच भी नहीं सकते मैं कितना व्यस्त रहता हूँ और मैं समय नहीं निकाल सकता. तो दीदी ने कहा, अच्छा अपनी दिनचर्या सुनाओ. അപ്പോൾ വക്കീൽ സാബിന് ദീദിക്കൊരു വലിയ വിശേഷതയുണ്ട്. എന്നുവെച്ചാൽ ഏതൊരു വ്യക്തിനെ, അത് VIP ആണെങ്കിലും സാധാരണക്കാരാണെങ്കിലും, ഏതൊരു ആത്മാവിൻ്റെയും വിശേഷതയും യജ്ഞവുമായിട്ട് ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ള വിശേഷ കഴിവുണ്ട്. അപ്പോൾ ദീദി ഈ വക്കീൽ ഭായിയോട് ചോദിച്ചു, വക്കീൽ സാഹബ് എന്തുകൊണ്ടാണ് ഡെയിലി ക്ലാസ്സിൽ വരാത്തത്? പരിചയം കൊടുത്താൽ പറഞ്ഞു ഡെയിലി വരുന്നില്ല. അപ്പോൾ വക്കീൽ എന്ത് ചെയ്തു, സോന്നതിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. വക്കീൽ ദീദിയോട് പറഞ്ഞു, ദീദിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഞാൻ എത്ര തിരക്ക് പിടിച്ച ആളാണെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. तो क्योंकि वो सुप्रीम कोर्ट के सीनियर एडवोकेट थे, तो बड़े बड़े केस उनके पास आते थे. तो उन्होंने सुनाया कि दीदी मेरे पास 6 बजे से कॉल्स आने शुरू हो जाते हैं और मैं कॉल्स सुनते सुनते ही, नाश्ता करते करते ही निकल जाता हूँ गाड़ी लेके कोर्ट में. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സുപ്രീം കോർട്ടിലെ സീനിയർ അഡ്വക്കേറ്റ് ആണ്. അതുകൊണ്ട് ഒരുപാട് കേസുകൾ ഉണ്ടാവും. രാവിലെ 6 മണി തൊട്ട് എനിക്ക് ഫോൺ വരാൻ തുടങ്ങും. അപ്പോൾ ഫോൺ കേട്ട് കേട്ട് തന്നെ നാശ്ത കഴിച്ച് തന്നെയാണ് ഞാൻ വണ്ടിയിൽ കോടതിയിലേക്ക് പുറപ്പെടുന്നത്. और वहाँ कई केसेस देखने होते हैं और उसके बाद मैं सीधा अपनी चैम्बर में जाता हूँ. मेरी जो प्राइवेट ऑफिस है वो भी दिल्ली के सेंट्रल बहुत फेमस प्लेस कैनॉट प्लेस उसमें थी. तो कहा वहाँ से मैं वहाँ जाता हूँ शाम को और वहाँ मेरी प्राइवेट पर्सनल कईयों से कमिटमेंट होती है, वो लोग आते हैं. तो दीदी को ये बताया. പിന്നെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കേട്ട് അവിടെ കോർട്ടിൽ ചെന്ന് കോർട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ എൻ്റെ പേഴ്സണൽ ചാമ്പറിൽ, അതും ദില്ലിയിലെ വളരെ ഫേമസ് ആയ സ്ഥലത്താണ്, അവിടേക്ക് പോകും. അവിടെ പലരുമായിട്ട് അപ്പോയിൻമെൻ്റ് ഉണ്ടാവും, ആ മീറ്റിംഗ് ഉണ്ടാവും, അവർ കാണും, സംസാരിക്കും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആ ഒരു ഡെയിലി റൂട്ടീൻ എന്ന് ദീദിയോട് കേൾപ്പിച്ചു. तो दीदी होशियार थी, बहुत अनुभवी थी, परख शक्ति थी. दीदी ने बात करते करते ही समझ लिया कि भाई की दिल बहुत अच्छी है और सच्ची और साफ है, क्योंकि उन्होंने सच सच सब सुना दिया. तो दीदी ने हंसते हंसते कहा, अच्छा ये बताओ आप घर किस टाइम तक पहुंच जाते हो? ദീദി സംസാരിച്ച് മനസ്സിലാക്കി ഇത് നല്ല വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു ദീദിയോട്. അപ്പോൾ വളരെ നല്ല വ്യക്തിയാണ്, ശുദ്ധമായ മനസ്സാണ് എന്നൊക്കെ മനസ്സിലായപ്പോൾ ദീദി അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര മണിക്കാണ് താങ്കൾ വീടെത്തുന്നത് എന്ന് ചോദിച്ചു. तो उन्होंने कहा मेरे को 9 बज जाते हैं, कभी 10 भी बज जाते हैं, कभी इससे भी लेट हो जाता हूँ. तो दीदी कहती कोई हर्जा नहीं, आपको मैं छुट्टी देती हूँ. അദ്ദേഹം ചിലപ്പോൾ 9 മണിയാവും, ചിലപ്പോൾ 10 മണിയാവും, ചിലപ്പോൾ അതിലും ലേറ്റ് ആവും. അപ്പോൾ ദീദി പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങ് എത്ര വേണമെങ്കിൽ വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. तो दीदी बोले मैं आपको अपनी तरफ से छुट्टी देती हूँ. दीदी तो अथॉरिटी थी ना, एडिशनल चीफ थी. तो आप भले 9 बज जाते हैं ना,
तो आप 10 मिनट सिर्फ बाबा के घर यहाँ से होते हुए अपने घर जाना, इतना तो आप कर ही सकते हो। और मैं आपके लिए एक स्पेशल अलग टीचर रख देती हूँ, क्योंकि वैसे हमारा 9 बजे तक कंप्लीट हो जाता था, उसके बाद हम गेट बंद कर देते थे। तो आप कीजिए तो। അപ്പോൾ ദീദി പറഞ്ഞു, ദീദിയാണല്ലോ അഡീഷണൽ ചീഫായിരുന്നല്ലോ, അപ്പോൾ ദീദി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ തരാം. സാധാരണ 9 മണിക്ക് സെൻറ്ററിൻ്റെ ഗേറ്റ് പൂട്ടും, പക്ഷേ എത്ര മണിക്കാണ് അതിൽ കടന്നു പോകുന്നതെങ്കിലും ഈ സെൻറ്ററിൽ ഒരു 10 മിനിറ്റ് ചിലവഴിച്ചിട്ട് കടന്നു പോകണം. അങ്ങേക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ടീച്ചറെ ഞാൻ അപ്പോയിൻ്റ് ചെയ്യാം. तो दीदी ने, दादी गुलजार भी साथ ही बैठे हुए थे, सभी बैठे हुए थे। तो दीदी ने दादी गुलजार की तरफ देखते हुए कहा, गुलजार दादी, इनको एक अलग टीचर दे दो, ये 9 बजे आवे, 10 बजे आवे, वो 10 मिनट इनको मुरली सुनाए। तो दीदी ने जैसे फिक्स कर दिया, और जैसे किसको स्टैंप लग जाती है ना, सचमुच ऐसा ही हुआ। तो उन्होंने हाँ बोली, कहा अच्छा दीदी ये मैं कर सकता हूँ। तो जैसे एक बाबा की भी मदद होती है, दीदी की भी शुभ भावना थी, और वो भाई भी, हाँ दिल तो उसकी थी सच्ची, तो उन्होंने तुरंत कहा अच्छा दीदी मैं ये कर सकता हूँ। പിന്നെ അപ്പം തന്നെ സംസാരിക്കുന്ന സമയത്ത് ഗുൽസാർ ദാദിയും മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദീദി ഗുൽസാർ ദാദിയോട് പറഞ്ഞു, ഗുൽസാർ ദാദി ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീച്ചർ അപ്പോയിൻ്റ് ചെയ്യണം. അത് 9 മണിക്കാവട്ടെ 10 മണിക്കാവട്ടെ, എപ്പോൾ പോവുകയാണെങ്കിലും 10 മിനിറ്റ് സെൻറ്ററിൽ വരാനും 10 മിനിറ്റ് മുരളി കേൾപ്പിക്കാനും ഇദ്ദേഹത്തിന് വേണ്ട കാര്യം ചെയ്യണം. അപ്പോൾ ദീദി ഒരു കാര്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാമ്പ് വെച്ച പോലെയായി. അദ്ദേഹം പെട്ടെന്ന് സമ്മതിച്ചു, ഓക്കെ ദീദി എനിക്കത് സാധിക്കും, 10 മിനിറ്റ് വന്ന് പോകാൻ സാധിക്കും. ബാബയുടെ സഹായം, ദീദിയുടെ ശുഭഭാവന എല്ലാം കൂടെ അദ്ദേഹം അത് സമ്മതിച്ചു. और सचमुच वो अगले दिन से आने आरंभ हो गए. സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് അദ്ദേഹം വരാൻ തുടങ്ങി. और ऐसी उनको उनकी शुरुआत हो गई, ऐसी उनको लगन लग गई कि वो एक भी दिन, नॉट ए सिंगल डे, उनका मिस नहीं होता था. 9 बज जाए, 9:30 बज जाए, 10 बज जाए, उन्होंने आना ही है. और उनके लिए ही फिर दीदी ने और गुलजार दादी ने हमारे को कहा कि आपको इनको रोज़ 10 मिनट, ज़्यादा टाइम दें तो ज़्यादा, लेकिन कम से कम 10 मिनट मुरली एक पेज या आधा पेज ज़रूर सुनानी है, और ये सुनने आएंगे. और एक भी दिन उन्होंने मिस नहीं किया. അപ്പം അന്ന് മുതൽ അദ്ദേഹം ദിവസം വരാൻ തുടങ്ങി. അന്ന് ഒരു ദിവസം പോലും മിസ്സാക്കില്ലായിരുന്നു. അത് 9 മണിയാവട്ടെ 9:30 ആവട്ടെ 10 മണിയാവട്ടെ, ഒറ്റ ദിവസം പോലും മിസ്സാക്കാതെ ഡെയിലി ക്ലാസ്സിൽ വരുമായിരുന്നു. ദീദി അപ്പോയിൻ്റ് ചെയ്ത ടീച്ചറായിരുന്നു പുഷ്പ ദീദി. അപ്പോൾ ഒരു പക്ഷേ 10 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയ സമയം, ചിലപ്പോൾ അര പേജാവാം, ചിലപ്പോൾ 1 പേജാവാം, അദ്ദേഹത്തിൻ്റെ സമയം അനുസരിച്ച് ഡെയിലി ക്ലാസ് കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പോലും മിസ്സാക്കാതെ ഡെയിലി ബാബ എടുത്ത് വരുന്ന വിദ്യാർത്ഥിയെ അദ്ദേഹം ഉയർന്നു. उनको इतनी लगन ഇത്രയും लग ഗുഡ് गई, ന്യൂസ് കേട്ടെന്ന് കയ്യൊന്നും അടിക്കാത്ത. मुरली सुनते सुनते उनको इतनी लगन लग गई कि इतनी बारिश, इतना इतना पानी, गाड़ी चल नहीं सकती. आधे रास्ते में गाड़ी को रोक करके, पैंट ऊपर करके, और वो पैदल चले आ रहे हैं मुरली सुनने के लिए कि मुझे बाबा के घर अपनी हाज़िरी ज़रूर देनी है. इवन लेट हो जाते थे तो 10:30 बज गए, 11 बज गए, तो वो बेल करते थे बाहर से. तब तक हमारा जो गेट कीपर पहरा देने वाला भाई होता था, उसको कहते थे दीदी को कुछ नहीं कहो, मुझे गेट पे ही खड़े खड़े आप 2 मुरली के पॉइंट सुना दो, ताकि सेंटर की भी व्यवस्था ठीक रहे. और वो सुन के जाते थे. സമയം ദില്ലിയിൽ മഴ പെയ്യുമ്പോൾ മുട്ടിൽ മേലെ വെള്ളമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടീനെ കുറച്ച് ദൂരം നിർത്തിയിട്ട് പാൻറ്റൊക്കെ കയറ്റി പിടിച്ച് ആ വെള്ളത്തിലൂടെ ദിവസവും ക്ലാസ്സിൽ വരുമായിരുന്നു. ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലും മുടങ്ങില്ലായിരുന്നു. ചില സമയത്ത് 11 മണിയൊക്കെ കഴിയും, അപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യും, സെൻറ്ററിലെത്തും,
ഗേറ്റിൽ നിന്ന് കോളിംഗ് ബെല്ല് ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അടിക്കുന്ന സമയത്ത് അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ബായി ഉണ്ടല്ലോ, ബായിയോട് പറയും സെൻറ്ററിൻ്റെ വ്യവസ്ഥ അതിനെ നിങ്ങൾ ഭംഗിക്കേണ്ട, മറിച്ച് 2 പോയിൻ്റ് എനിക്ക് കേൾപ്പിച്ചതാ പറഞ്ഞ് കുറച്ച് പോയിൻ്റ് കേട്ടിട്ടേ അദ്ദേഹം പോകായിരുന്നുള്ളൂ. അത്രത്തോളം പഠിക്കുമായിരുന്നു ബാബയുടെ മുരളിയോട്, അത്ര ലഹരിയായിരുന്നു. और मुरली में जब वो ये सुनते कि बाबा ने कहा है कि बच्चे सबको संदेश दो, तो उन्होंने पक्का कर लिया कि मुझे जो भी मिलेगा उसको मैं बाबा का मैसेज दिए बिना नहीं छोड़ूंगा। और अपने संपर्क के लोगों का, कोर्ट के लोगों का, वकील लोगों का, वो रिश्तेदारों का, वो बिना पूछे ही रिजर्वेशन करा के टिकट उनके हाथ में रख देते थे। 50 का ग्रुप, 25 का ग्रुप। ये तब की बात है जब माउंट पे हमारा नया नया राजयोग भवन बना था, कईयों को मालूम होगा। और वहाँ 50 के रहने की व्यवस्था थी। ये शुरुआत जब राजयोग शिविर की शुरुआत हुई, ये तब की बात है। माउंट आबू पे पांडव भवन था, ये तो आप सबको पता है, अभी भी है। फिर सुखधाम भी है, कुंज भवन भी है। सुखधाम कुंज भवन बाद में बने, पहले राजयोग भवन बना। ये उन्हीं दिनों की बात है, 70s की। तो उन्होंने ये लक्ष्य रख लिया मुरली से सुनते सुनते कि मुझे हर आत्मा को संदेश देना है, कैसे भी देना है, अपना खर्चा करके भी देना है। और वो सबको ग्रुप वाइज वहाँ माउंट आबू में राजयोग भवन में शिविर कराते रहे। മുരളിയിൽ ബാബ പറയുമായിരുന്നു, കുട്ടി എങ്ങനെയും നിങ്ങളെല്ലാവർക്കും ബാബയുടെ സന്ദേശം കൊടുക്കണം. എന്നാൽ മുരളിയിൽ പറഞ്ഞ കാര്യം അദ്ദേഹം ശിരസാവഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണക്ഷനിൽ വരുന്നവർക്ക്, കൂടെയുള്ള വക്കീലന്മാർക്ക്, ബന്ധുക്കൾക്ക്, ഫ്രണ്ട്സിന് എല്ലാവർക്കും ബാബയുടെ ജ്ഞാനം കൊടുക്കുമായിരുന്നു. പിന്നെ ആ സമയത്ത് 70കളിലാണ് മധുബനത്തിൽ സുഖധാമും കുഞ്ചുഭവനൊക്കെ, അത് പാണ്ഡവൻ പോയവർക്ക് മാത്രമേ അറിയുള്ളൂ, ഇതൊക്കെ അവിടുത്തെ വ്യത്യസ്ത ബിൽഡിങ്ങുകളുടെ പേരാണ്. അതിന് മുന്നൊരു വീടുണ്ടായിരുന്നു, രാജയോഗ ഭവൻ. അതുണ്ടായ സമയത്താണ് ആദ്യത്തെ ശിബിരം ആരംഭിച്ചത്. 50 പേർക്ക് താമസിച്ച് ബാബയുടെ കോഴ്സ് കൊടുക്കുന്ന രാജയോഗ ശിബിരത്തിൻ്റെ പ്രോഗ്രാം. അതിലേക്ക് അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് കൊടുക്കും, ഇതാ നിങ്ങൾ വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ 50 ആളുടെ ഗ്രൂപ്പ് കൊണ്ടുവന്ന് മധുബനത്തിൽ ശിബിരം നടത്തുന്നതിലേക്ക് എല്ലാവരും കൊണ്ടുവന്ന് ബാബയുടെ ജ്ഞാനം കേൾപ്പിക്കുമായിരുന്നു. പേഴ്സണലായി പറഞ്ഞിട്ടല്ല, മുരളിന്ന് കേട്ടിട്ട് അദ്ദേഹം അതുപോലെ പ്രവർത്തിക്കുമായിരുന്നു. और साथ साथ उनको ये महसूस होने लगा कि यज्ञ में कई लीगल कारोबार में ज़रूरत है। और वो बहुत अच्छी अच्छी सजेशंस देते, और सब बड़ों से मिल करके, दादियों से, भाइयों से राय आदि करके, तो यज्ञ की कितनी सारी बातें, या दिल्ली के कई सेंटर्स का कोई भी ऐसा केस या ज़मीन है, जैसे दिल्ली रजौरी गार्डन की ज़मीन गवर्नमेंट की उसमें चली गई थी, फिर उसको वापस, वो केस बड़ा ऐसा था, वो सुलझाया। ऐसे बहुत सारी बातें उन्होंने यज्ञ की लीगल सारी जिम्मेदारी अच्छी तरह निभाई। അദ്ദേഹം യജ്ഞത്തിൻ്റെ ലീഗൽ കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. വലിയവരെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ അഭിപ്രായം ചെയ്ത് യജ്ഞത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും, അതുപോലെ സെൻറ്ററുകളുടെ കാര്യങ്ങൾ, ഭൂമി വാങ്ങുന്ന കാര്യങ്ങൾ, രജോരി ഗാർഡനിലെ പ്രോപ്പർട്ടി മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനെ വീണ്ടും അദ്ദേഹം തന്നെ അതിനെ തിരിച്ചു പിടിച്ച് ബാബയ്ക്ക് ഏൽപ്പിച്ചു. അങ്ങനെ ഒത്തിരി നിയമപരമായ കാര്യങ്ങൾ ഭഗവാന്റെ യജ്ഞത്തിന് വേണ്ടത് അദ്ദേഹം സ്വയം ഓഫർ ചെയ്തു കൊടുക്കുമായിരുന്നു. और उन्होंने ही यज्ञ में लीगल ऑफिस सेटअप की, जो सुखधाम के साथ एक लीगल ऑफिस शुरू से उनकी ही बनाई हुई है. നമ്മുടെ യജ്ഞത്തിന് ലീഗൽ ഓഫീസുണ്ട്. യജ്ഞത്തിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങളും അവിടെ നിന്നാണ് ചെയ്യുക. ആ ഓഫീസ് ആരംഭിച്ചത് സുഖധാമത്തിൻ്റെ കൂടെ തന്നെ അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് ലീഗൽ ഓഫീസ് ആരംഭിച്ചത് ഈ വക്കീൽ ഭായ് തന്നെയായിരുന്നു. लीगल कारोबार करने के लिए वहाँ अलग ऑफिस में सारी बुक्स आदि रखी, अभी तक वहाँ है, लेकिन अभी कोई विधि से ठीक ढंग से, जैसे समय के नीचे भी बन गई अभी, और फिर वो समर्पित भी हो गए. ലീഗൽ കാര്യങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വേണമല്ലോ. അതിൻ്റെ ബുക്സൊക്കെ സെറ്റ് ചെയ്ത് പാണ്ഡവ ഭവനോട് ചേർന്നിട്ട് ലീഗൽ ഓഫീസ് ഉണ്ട്. ഇപ്പോൾ താഴെ ശാന്തിവനത്തിലുണ്ട് ലീഗൽ ഓഫീസ്. അതുകൂടാതെ അദ്ദേഹം സ്വയം അദ്ദേഹത്തിന് തന്നെ ബാബയ്ക്ക് സറണ്ടർ ആക്കുകയും ചെയ്തു. तो उन्होंने जब देखा कि इतनी कारोबार है, इतनी सेवा है और ज़रूरत है उनकी, तो उन्होंने स्वयं को समर्पित किया, जो कि आसान काम नहीं था.
लेकिन उन्होंने करा। തന്നെ യജ്ഞത്തിന് അത്ര അത്യാവശ്യമാണ്, അത്രയ്ക്കധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിനെ തന്നെ യജ്ഞത്തിന് വേണ്ടി ബാബയ്ക്ക് വേണ്ടി സമർപ്പണമാക്കി. അത്ര ഈസി കാര്യമായിരുന്നില്ല, പക്ഷെ എന്നിട്ടും അദ്ദേഹം ആ കാര്യം ചെയ്തു. उनका सारा परिवार है, अभी भी है, बेटे हैं, बेटियां हैं, सब शादीशुदा, युगल भी, पोते पोतियां भी, सब अच्छा परिवार दिल्ली में सेटअप है। लेकिन सबसे छुट्टी लेके प्रेम प्यार से अपने को समर्पण किया, लेकिन साथ साथ परिवार से कनेक्शन भी उनका अच्छा रहा और बहुत अच्छी सेवा उनके द्वारा हुई। അദ്ദേഹത്തിന് കുമാരനായിരുന്നില്ല, മകൻ, മകള്, ഭാര്യ, അവരുടെ കുടുംബങ്ങൾ എല്ലാവരും ദില്ലിയിൽ വെൽ സെറ്റപ്പായ കുടുംബങ്ങളാണ്. അവരുടെ നിന്നൊക്കെ സ്നേഹത്തോടെ പെർമിഷൻ വാങ്ങി കുടുംബമായിട്ട് നല്ല സംബന്ധവും പുലർത്തുന്നുണ്ട്. അതേസമയം പൂർണ്ണ സമർപ്പണമായി ബാബയ്ക്ക് സറണ്ടർ ആവുകയും ചെയ്തു. तो कहने का भावार्थ ये है कि अगर हम अपनी विशेषताओं को बाबा के कार्य में लगाते हैं और उस लगन से चलते हैं तो हमारी बहुत जल्दी उन्नति होती है. പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ നമ്മുടെ വിശേഷതകളെ ബാബയുടെ കാര്യത്തിന് വേണ്ടി സമർപ്പിച്ച് അതുപയോഗിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതി ഉണ്ടാകും. और विशेष बात ये है कि हमारा इंटरेस्ट चारों सब्जेक्ट में होना चाहिए: ज्ञान, योग, धारणा और सेवा. പിന്നെയും വിശേഷമായ കാര്യം, നമ്മുടെ ഇൻട്രസ്റ്റ് 4 കാര്യങ്ങളിലുണ്ട്, 4 വിഷയങ്ങളിലുണ്ടായിരിക്കണം: ജ്ഞാനത്തിലും, യോഗയിലും, ധാരണയിലും, സേവയിലും. ऐसे नहीं कि मुझे ज्ञान तो बहुत अच्छा लगता है पर मेरा योग तो लगता ही नहीं. बाबा का बच्चा कहे मेरा योग तो लगता ही नहीं, तो वो क्या अनुभव करेगा? कैसे शक्तिशाली बनेगा? कैसे अपनी प्रोग्रेस कर सकता है या परिवर्तन कर सकता है? तो ज्ञान जितना अच्छा लगता है योग भी उतना ही अच्छा लगे. ജ്ഞാനം വളരെ ഇഷ്ടമാണ്, പക്ഷെങ്കിൽ യോഗ ശരിയാവില്ല, അങ്ങനെ പറയരുത്. ബാബയുടെ കുട്ടിയാണ് എന്നിട്ട് യോഗ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശക്തിശാലിയാവുക, എങ്ങനെ പരിവർത്തനം വരിക? അതുകൊണ്ട് എല്ലാ വിഷയത്തിലും ജ്ഞാനത്തിൽ എത്ര ഇഷ്ടമുണ്ടോ അതുപോലെ തന്നെ യോഗയിലും ശക്തിയാകണം, അപ്പോഴേ പരിവർത്തനം വരും. कई ऐसे होते हैं कहते योग बड़ा अच्छा लगता है, जब योग का प्रोग्राम हो ना तब दीदी मुझे बता देना, मैं जरूर आ जाऊंगा. लेकिन जब सेवा का प्रोग्राम होता है तो मिस कर देंगे. ചിലവരെങ്ങനെ പറയാറിയോ, യോഗ എനിക്ക് വളരെ ഇഷ്ടമാണ്, ദീദി യോഗ പ്രോഗ്രാം വല്ലതും സെൻറ്ററിൽ ഉണ്ടാവുമ്പോൾ എന്നെ അറിയിക്കൂ, ഞാൻ വരാം. സേവയുടെ പ്രോഗ്രാം എന്ന് വെച്ചാൽ അത് ഇഷ്ടമല്ല, അതിൽ വരില്ല. कईयों को क्या होता है, मुरली भी सुनी, सेवा भी बड़ी अच्छी लगती, दिन रात भागते रहेंगे, दीदी बस ऑर्डर करे मैं तैयार हूँ. और जब कभी कहेंगे भाई अभी 2 दिन तो योग रहेगा, तपस्या करनी है, तो कहेंगे नहीं सेवा बता दो मेरे को, मैं सेवा कर लूँगा. बात तो अच्छी है, खराब नहीं है, लेकिन आत्मा में बल नहीं भरा तो सेवा में ज़रा भी कुछ ऊपर नीचे होगा तो डिस्टर्ब हो जाएगा. ചില കുട്ടികൾ എങ്ങനെയാന്ന് വെച്ചാൽ മുരളി നന്നായി കേൾക്കും, സേവയ്ക്ക് വേണ്ടി രാവും പകലും ഓടും, പക്ഷെ 2 ദിവസം നമുക്ക് തപസ്യയാണ്, അതിലേക്ക് വിളിച്ചാൽ പറയും അയ്യോ ദീദി എപ്പോഴാണോ സേവയുടെ കാര്യമുള്ളത് അപ്പോൾ പറയൂ എന്ന് പറയും. കാര്യം നല്ലത് തന്നെ, പക്ഷേ സേവയിൽ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞ് ഇത്തിരി കീഴ്മേലായി കഴിഞ്ഞാൽ ഉടൻ അവർ ഡിസ്റ്റർബായി മാറും. और सेवा भी बाबा का हर बच्चा कर सकता है, कोई भी ऐसा बच्चा नहीं जो सेवा नहीं कर सकता, क्योंकि बाबा ने हमें हर प्रकार की सेवा दी है. तन की भी दी है, मन की भी दी है, धन की भी दी है, वचन की भी दी है, कर्म की भी दी है, हमारी धारणाओं से भी सेवा होती है. സേവ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ സാധിക്കും, ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് സേവ. ബാബ നമുക്ക് വെറൈറ്റി സേവകൾ തന്നിട്ടുണ്ട്. ശരീരം കൊണ്ട് സേവ, മനസ്സുകൊണ്ട് സേവ, ധനം കൊണ്ട് സേവ, കർമ്മം കൊണ്ട് സേവ, വചന സേവ. അപ്പോൾ പലതരത്തിലുള്ള സേവയുണ്ട്, എല്ലാ കുട്ടികൾക്കും സേവ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. इसलिए हम अपनी उन्नति सेवा की लगन से भी बहुत कर सकते हैं. അതുകൊണ്ട് തന്നെ സേവയിൽ ലഹരി പിടിക്കുമ്പോഴും നമുക്ക് ഒരുപാട് ഉന്നതിയിൽ പോകാൻ സാധിക്കും. उससे दुआएं मिलती हैं, खुशी मिलती है, परिवार की समीपता मिलती है, बड़ों का संग मिलता है.
അതിലൂടെ നമുക്ക് ആ സന്തോഷം കിട്ടും, അതുപോലെ ആശീർവാദം കിട്ടും, പിന്നെ കുടുംബത്തിൻ്റെ ആശീർവാദം കിട്ടും, വലിയവരുടെ സാമീപ്യം കിട്ടും, സംഘം കിട്ടും. तो बाबा इसलिए हम बच्चों को कहता है अपना ज्ञान का सब्जेक्ट भी ठीक रखो, योग का सब्जेक्ट भी ठीक रखो, तो आपकी धारणा भी अच्छी सहज हो जाएगी. അതുകൊണ്ടാണ് ബാബ പറയുന്നത് താങ്കളുടെ ജ്ഞാനത്തിൻ്റെ സബ്ജക്റ്റും നന്നായി വെക്കണം, യോഗയുടെ സബ്ജക്റ്റും നന്നായി വെക്കണം, ഒപ്പം തന്നെ സേവയുടെ സബ്ജക്റ്റും ധാരണയുടെ സബ്ജക്റ്റും സഹജമാക്കി നന്നായി വെക്കണം. तो हमें चारों में अच्छी तरह पास होना है ना, या एक में पास एक में फेल चलेगा? നാലിലും നന്നായി പാസ്സാവണ്ടേ? ഒന്നിൽ പാസ്സാവുക, ഒന്നിൽ തോൽക്കുക നടക്കോ? ഇല്ല. किस किस को चारों में होना है? നാലിലും പാസ്സാവണം എന്നുള്ള ഒരു കൈ ഉയർത്തിയേ. सबको. वेरी गुड, ताली बजाओ. हाँ, കൈയടിച്ചോളൂ എല്ലാവരും. तो अभी सबसे पहले अपना ये चेक करना कि मेरा इंटरेस्ट कौन से सब्जेक्ट में कम है या लास्ट है, हाँ? या चारों में ठीक है, और जितना है उसकी स्पीड को बढ़ाना है, परसेंटेज को बढ़ाना है. അതുകൊണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ പരിശോധിക്കണം, എൻ്റെ ഇൻട്രസ്റ്റ് ഏത് വിഷയത്തിലാണ് ഏറ്റവും കുറവ്, ഏറ്റവും പിന്നിലായി നിൽക്കുന്നത്, അത് മനസ്സിലാക്കണം. പിന്നെ എല്ലാ വിഷയത്തിലും ചെയ്യുന്നതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കും വേണം. और बाबा ने कहा हुआ है कि जो राजा बनने वाली आत्माएं हैं उनकी इस समय यही क्वालिटी होगी और यही निशानी होगी कि वो चारों ही विषयों में नंबर 1 जाने वाले होंगे. ബാബ പറഞ്ഞിട്ടുണ്ട്, രാജാവാകുന്ന കുട്ടികളുടെ ലക്ഷണം വിശേഷത ഇതാണ്, 4 വിഷയങ്ങളിലും അവർ നമ്പർ 1 ആയിരിക്കും. तो फिर तो कभी आलस्य अलबेलापन आ ही नहीं सकता. അപ്പോൾ ഒരിക്കലും പിന്നെ ആലസ്യത്തിനോ അശ്രദ്ധയ്ക്കോ നമ്മുടെ അടുത്ത് വരാനേ സാധ്യമല്ല. और सदा ऐसे अनुभव होगा कि मेरी ये रूहानी प्रोग्रेस होती जा रही है. അവർക്ക് അനുഭവം ഉണ്ടാവും, എൻ്റെ ആത്മീയ ഉന്നതി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. और विशेष बात ये है कि हमेशा जैसे बाबा कहते हैं फॉलो फादर, तो हमेशा ब्रह्मा बाबा को सामने रखो. कोई भी बात आपके आगे आती है तो उस समय यही सोचो कि यही बात अगर बाबा के आगे आई होगी तो बाबा ने क्या किया होगा, तो आंसर आपके सामने आ जाएगा. പിന്നെ എപ്പോഴും നമ്മുടെ മുന്നിൽ ബ്രഹ്മബാബയെ വെക്കൂ, ഫോളോ ഫാദർ ചെയ്യൂ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, സമസ്യ വരുമ്പോൾ ബാബയെ മുന്നിൽ വയ്ക്കുക. എന്നിട്ട് ചിന്തിക്കുക, ബാബയുടെ മുന്നിലാണ് ഈ പ്രശ്നം വന്നതെങ്കിൽ ബാബ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക, ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഫോളോ ഫാദർ ആയിക്കൊണ്ടിരിക്കും. ब्रह्मा बाबा की जीवन कहानी तो आप सभी ने सुनी है. वो ठीक बात है कि बाबा का रोल अलग है, वो सृष्टि की पहली रचना है, हम सबके सामने सैंपल है, लेकिन हमको भी तो उसके कदम पे कदम ही रखना है ना. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രഹ്മബാബയുടെ ജീവിതചരിത്രം അറിയാലോ. ഓക്കെ, ബാബയുടെ റോള് തികച്ചും വ്യത്യസ്തമാണ്, സൃഷ്ടിയുടെ ആദ്യ രചനയാണ്. പക്ഷേ നമ്മളെല്ലാവരും ബാബ ബാബ എങ്ങനെയാണോ മുന്നേറിയേ ആ കാലടിയിൽ കാലടി വെച്ച് വേണ്ടേ മുന്നേറാൻ. तो सहज लगेगा, मुश्किल नहीं लगेगा, क्योंकि हमको फॉलो करना माना ही कदम पे कदम रखना कि जो बाबा ने किया वैसा ही मुझको करना है, बस. കാരണം നമുക്ക് ഫോളോ ചെയ്യേ വേണ്ടൂ. ബാബ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യണം. ബാബ എങ്ങനെ കാലടി വെച്ചോ ആ കാലടിയിൽ തന്നെ നമ്മളും കാലടി വെക്കണം, അത്രേ ചെയ്യാനുള്ളൂ. बाबा अपनी विशेषताओं से, त्याग से, तपस्या से पुरुषार्थ करते हुए कर्मातीत बन गए. बाबा की तो सर्वगुण संपन्न स्टेज आ गई, लेकिन आरंभ में जो बाबा का आधार रहा, बेस रहा पुरुषार्थ को आगे बढ़ाने का, वो सबसे पहली बात निश्चय. ബാബ ഇപ്പോൾ സമ്പന്നായി കഴിഞ്ഞു, ത്യാഗത്തിലൂടെ, തപസ്സിലൂടെ, പുരുഷാർത്ഥത്തിലൂടെ സമ്പൂർണ്ണമായി കഴിഞ്ഞു, സമ്പന്നായി കഴിഞ്ഞു. പക്ഷേ ബാബ ആരംഭത്തിൽ മുന്നേറാനായിട്ടുള്ള ആ ഒരു ബേസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് നിശ്ചയമായിരുന്നു. क्योंकि बाबा के आगे तो बहुत परीक्षाएं आई, बहुत समस्याएं आई, कम नहीं आई. परिवार हो या समाज हो,
हर प्रकार की, वो आप यज्ञ की बातें सुनते ही रहे हैं, ब्रह्मा बाबा की विशेषताएं सुनते ही रहे हैं। बाबा को हर प्रकार की बात पार करनी पड़ी, ये समझ लो। ബാബയ്ക്ക് എല്ലാതരം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കുടുംബത്തിൽ നിന്ന്, സമാജത്തിൽ നിന്ന്, എല്ലാ തരത്തിലുള്ള പ്രോബ്ലങ്ങളും ബാബ ഫേസ് ചെയ്യേണ്ടിയിരുന്നു. നിങ്ങളത് ബാബയുടെ യജ്ഞ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകും. यहाँ तक कि अपने मित्र ही, हाँ, जो मित्र थे, जो बाबा को मान देने वाले थे, समाज में बाबा का जो नाम था, वही ऑपोजिट हो गए सारे। तो बाबा ने वो भी सहन किया सब। ബാബയുടെ ഏറ്റവും ക്ലോസ് ആയ മിത്രം, ഫ്രണ്ട് ആയ, ബാബയെ ഒരുപാട് ബഹുമാനിച്ചിരുന്ന വ്യക്തി, അവർ തന്നെ ബാബയ്ക്ക് നേരെ ഓപ്പോസിറ്റായി മാറി. ബാബ ഒരുപാട് സഹിച്ചു. तो बाबा की एक ही खास सबसे पहली बात, हर बात को पार करना बाबा को क्यों सहज लगा, कैसे बाबा ने पार की, उसका आधार बाबा का 100% निश्चय शिव बाबा में। ബാബയ്ക്ക് എല്ലാ കാര്യങ്ങളെയും സഹജമായി മറികടക്കാൻ സാധിച്ചത്, എല്ലാത്തിനും ഈസിയായി കടന്നു പോകാനുണ്ടായ ഒരേ ഒരു കാര്യം, ബാബയ്ക്ക് ശിവബാബയിൽ 100% നിശ്ചയമായിരുന്നു. इसलिए सबसे पहले फॉलो फादर करने में सबसे पहला कदम इस बात को ही पक्का रखो कि हमेशा बुद्धि में शिव बाबा में निश्चय, बस ये काम शिव बाबा का है, मैं बच्चा शिव बाबा का हूँ, बस हर बात में शिव बाबा को सामने रखेंगे तो क्रॉस कर लेंगे. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും ബാബയെ ഫോളോ ചെയ്യാനുള്ള, മുന്നേറാനായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നിശ്ചയം. 100% ബാബയുടെ നിശ്ചയം. ഈ കാര്യം ശിവബാബയുടെയാണ്, ഇത് ബാബയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള 100% നിശ്ചയം വെച്ച് ബാബയെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഏതവസ്ഥേനെയും കടന്നു പോകുക ചെയ്യും. क्योंकि कोई भी बात आती थी बाबा के सामने, कहीं से भी, कैसी भी, तो बाबा हमेशा शिव बाबा को याद करता था कि मैं शिव बाबा का हूँ, और ये कार्य भी शिव बाबा का है, और ये यज्ञ भी शिव बाबा का है, और ये परिवार भी शिव बाबा का है. ഏതൊരു കാര്യം വരുമ്പോഴും ബാബ ഏതൊരു പ്രശ്നം വരുമ്പോഴും ബാബ ചെയ്തിരുന്നത് ശിവബാബയെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ബാബ പറയും, ഈ കാര്യം ഞാൻ ശിവബാബയുടെയാണ്, ഈ കാര്യം ശിവബാബയുടെയാണ്, ഈ യജ്ഞം ശിവബാബയുടെയാണ്, ഈ പരിവാരം ശിവബാബയുടെയാണ്. അപ്പോൾ ശിവബാബയെ ഓർത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. तो हमेशा अपनी निश्चय की नींव को मजबूत रखो. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നിശ്ചയത്തിൻ്റെ അടിത്തറ അത് സ്ട്രോങ് ആയിരിക്കണം. फिर माया कितना भी किसी भी रूप से आएगी, कितना भी आपको ढीला करने की कोशिश करेगी, पीछे खींचने की कोशिश करेगी, माया यही तो करती है ना, भिन्न भिन्न रूप से आती है, तो उसका असर हो ही नहीं सकता. പിന്നെ മായ എങ്ങനെയൊക്കെ നിങ്ങളെ തണുപ്പിക്കാൻ, നിങ്ങളുടെ സ്പീഡിനെ കുറയ്ക്കാൻ, പിൻവലിക്കാൻ ഒക്കെ പരിശ്രമിച്ചാലും, അതാണല്ലോ മായയുടെ പണി, അതൊക്കെ പരിശ്രമിച്ചാലും മായയ്ക്ക് ജയിക്കാൻ സാധിക്കില്ല. फिर हमारे लिए प्रोग्रेस करना क्या बड़ी बात है. പിന്നെ നമുക്ക് ഉന്നതി ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണോ? और शिव बाबा ने हमें हर बात की श्रीमत दी हुई है. कोई भी ऐसी बात नहीं है जो बाबा ने हमें ना बताई हो. പിന്നെ ശിവബാബ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ശ്രീമതം നൽകിയിട്ടുണ്ട്. ബാബ ഇന്ന മാതിരി ചെയ്യണമെന്ന് പറയാത്ത യാതൊരു കാര്യവുമില്ല. और उसके लिए आप मुरलियों का अध्ययन अच्छी तरह करो, गहराई से करो. അതിനുവേണ്ടി നിങ്ങൾ മുരളി നന്നായി ആഴത്തിൽ പഠിക്കൂ. दादियाँ अपना अनुभव सुनाती हैं कि हमारी तपस्या क्यों पावरफुल रही, क्यों हमारी फाउंडेशन अच्छी रही, क्योंकि हमने ज्ञान का बड़ा अध्ययन किया. ദാദിമാരും പറയും അവരുടെ തപസ് എങ്ങനെയാണ് സ്ട്രോങ് ആയത്, ഫൗണ്ടേഷൻ ഇത്രയും ശക്തിശാലിയായത് എങ്ങനെയാണ്, ജ്ഞാനത്തിൻ്റെ പഠനം അതിലവർ വളരെ സ്ട്രോങ് ആയിരുന്നു. तो जिसने भी ध्यान दिया वो आगे आ गए, सामने आ गए. ആരൊക്കെയാണോ പഠിപ്പിൽ അത്രയധികം ശ്രദ്ധിച്ചത് അവരാണ് മുന്നിൽ വന്നത്. तो बाबा की हर श्रीमत को कोई ऐसी बात नहीं है जो आप भी नहीं जानते,
सब कुछ जानते हो, और अगर कहीं नहीं जानते हैं तो मुरलियाँ पढ़ेंगे तो जान जाएंगे. ഒരു കാര്യവും നിങ്ങൾക്കറിയാത്ത കാര്യമില്ല, എല്ലാം നിങ്ങൾക്ക് അറിയുന്നതേ ഉള്ളൂ. അത് അറിയില്ല എങ്കിൽ മുരളി നന്നായിട്ട് പഠിക്കൂ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. देखो, क्या हमें पता नहीं है कि हमारी दिनचर्या कैसी होनी चाहिए? मालूम है ना? നിങ്ങൾക്കറിയില്ലേ നമ്മുടെ ദിനചര്യ എങ്ങനെയാ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയല്ലോ അല്ലേ? हर एक को मालूम है. हर कर्म बाबा ने हमें बताया है कि किस विधि से करना है. എല്ലാ കാര്യങ്ങളും ഏത് വിധിയിൽ ചെയ്യണം എന്ന് ബാബ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. हमें उठना कैसे है पता है ना सबको. എഴുന്നേൽക്കേണ്ടത് എങ്ങനെയാ അറിയോ എല്ലാവർക്കും? എങ്ങനെയാ എഴുന്നേൽക്കേണ്ടതെന്ന് हमें ആരെങ്കിലും बोलना തലാടി കൂടെ? हमें बोलना कैसे है मालूम है ना सबको. എങ്ങനെ സംസാരിക്കണം അതും അറിയാലോ അല്ലേ? हमें देखना क्या है ये भी पता है, सुनना क्या है ये भी पता है, खाना क्या है, पहनना क्या है. अच्छा, यहाँ तक कि हमें सोचना क्या है बताओ, मालूम है या नहीं? നമുക്ക് കഴിക്കേണ്ടത് എങ്ങനെ, है ना? ഉടുക്കേണ്ടത് എങ്ങനെ, ഇതുവരെ ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് അതറിയോ ആർക്കെങ്കിലും? ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ബാബ പറഞ്ഞു തന്നിട്ടുണ്ടോ? അറിയോ? അറിയോ? അറിയും? കൈവീശിയെ. ചിന്തിക്കേണ്ടത് എങ്ങനെയെന്ന് ബാബ പറഞ്ഞു തന്നിട്ടുണ്ട് അറിയാമെന്നുള്ളൊരു കൈവീശിയെ. सबको मालूम है. कोई ऐसी बात नहीं है जो आपको मालूम नहीं है. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാത്തതായിട്ടില്ല. यहाँ तक कि कमाना कैसे ये भी मालूम है. സമ്പാദിക്കേണ്ടത് എങ്ങനെ അതും നിങ്ങൾക്കറിയാം. और अगर कभी कंफ्यूज होते हो कोई बात में भी तो उस समय ब्रह्मा बाबा को ही सामने रखो. അഥവാ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ് ആവുകയാണെങ്കിൽ ആ സമയത്ത് ബ്രഹ്മ ബാബേനെ മുന്നിൽ വയ്ക്കൂ. कि ये बात जो मुझे अभी समझ नहीं आ रही, मैं क्या करूं? ब्रह्मा बाबा के सामने आती तो बाबा क्या करता, तो आपको समझ में आ जाएगा. ഈ കാര്യം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇത് ബ്രഹ്മാ ബാബയുടെ മുന്നിൽ വന്നപ്പോൾ ബാബ എങ്ങനെയാ ചെയ്തിരുന്നെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യം ചെയ്യേണ്ട വിധി മനസ്സിലാകും. फिर भी समझ में ना आए तो निमित्त बहन से बात करो. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് നിമിത്തമായിരിക്കുന്ന സഹോദരിമാരോട് സംസാരിക്കൂ. तो आपका पुरुषार्थ हमेशा निर्विघ्न चलेगा. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പുരുഷാർത്ഥം എപ്പോഴും നിർവിഘ്നമായി മുന്നേറും. और विघ्न कोई आएंगे भी तो वो आपको हलचल में नहीं लाएंगे, लेकिन आपकी लगन को बढ़ाएंगे. വിഘ്നങ്ങൾ വന്നാലും അത് നമ്മളെ ചഞ്ചലമാക്കില്ല, മറിച്ച് നമ്മുടെ ലഹരി വർദ്ധിപ്പിക്കും. तो हमारी उन्नति ही उन्नति है ना, ऑटोमेटिकली. അപ്പോൾ നമുക്ക് ഉന്നതിയല്ലേ ഉണ്ടാവുള്ളൂ. क्योंकि जैसे कोई बात आती है तो हम बाबा के बच्चे सच्चे दिल वाले, लगन वाले, और ही क्या करते हैं, ज़्यादा बाबा को याद करना शुरू कर देते हैं. हाँ, ज़्यादा बाबा के कमरे में बैठेंगे, ज़्यादा मुरली पढ़ेंगे. थोड़ा सा कभी कभी किसी का हो जाता है, भक्ति मार्ग का संस्कार होता है ना, बाबा से मांगना शुरू कर देते हैं. लेकिन इतना निश्चय रखो कि मेरा अधिकार है, मैं उसका पुत्र हूँ, बेटा हूँ, बच्चा हूँ, और उस लगन से मेरे को अपने पुरुषार्थ को बढ़ाना है, चिंतित नहीं होना. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ ഉണ്ടല്ലോ, പ്രശ്നം വന്നു കഴിയുമ്പോൾ ജ്ഞാനിയായ കുട്ടികൾ ചെയ്യുക, കൂടുതൽ സമയം അവർ യോഗയിൽ സമയം ചിലവഴിക്കും, ജ്ഞാനം പഠിക്കുന്ന ചിലവഴിക്കും, ബാബാ മുറിയിലിരുന്ന് ഒരുപാട് സമയം ബാബയെ ഓർമ്മിക്കും. ചില കുട്ടികൾക്ക് ഭക്തിയുടെ സംസ്കാരം ഉണ്ടാകും, അപ്പോൾ ബാബയോട് യാചിക്കാനും തുടങ്ങും. പക്ഷേ പൂർണ്ണ അധികാരത്തോടെ നമ്മൾ ബാബയുടെയാണ്, പൂർണ്ണ അധികാരത്തോടെ ലഹരിയോടുകൂടി വേവലാതിപ്പെടാതെ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ ആ കാര്യം നമുക്ക് നടന്നു കിട്ടും. इसलिए ये ज़रूरी है कि हम अपने इस जन्म की वैल्यू को समझ कर चलें. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം നമ്മുടെ ഈ ജന്മത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി മുന്നേറണം. क्योंकि ऐसा जन्म पूरे कल्प में नहीं है. ഇതുപോലൊരു ജന്മം മുഴുവൻ കൽപ്പത്തിലും നമുക്കൊരിക്കലും കിട്ടില്ല. यही एक ही जन्म ऐसा है जो हमारे सारे जन्मों को ठीक करता है. ഈ ഒരു ജന്മമാണ് നമ്മുടെ ബാക്കി എല്ലാ ജന്മങ്ങളെയും ശരിയാക്കാനുള്ള ജന്മം. तो इस समय की भी वैल्यू को समझ के चलें. അതുകൊണ്ട് ഈ സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി മുന്നേറണം. बाबा ने कहा हुआ है कि
इस समय का एक वर्ष एक जन्म के समान है. ബാബ പറഞ്ഞിട്ടുണ്ട് ഈ ജന്മത്തിലെ ഒരു വർഷം എന്ന് പറയുന്നത് മറ്റ് ഒരു ജന്മത്തിന് തുല്യമാണ്. तो हमें अभी अपना भविष्य बनाने के लिए बाबा ने खुला अवसर दिया है, ओपन चांस दिया हुआ है. जितना चाहो उतना आप अपना जमा कर सकते हो. ബാബ നമുക്ക് നമ്മുടെ ഭാവി നിർമ്മിക്കാൻ വേണ്ടിയൊരു തുറന്ന അവസരം തന്നിരിക്കുകയാണ്. എത്ര വേണോ അത്രത്തോളം നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. तो अपनी स्व उन्नति के लिए इस सारी वैल्यू को बुद्धि में रखो और जो प्राप्तियां हमें इस समय हो रही हैं उन प्राप्तियों को भी बुद्धि में रखो. അതുകൊണ്ട് നമ്മുടെ സ്വ ഉന്നതിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഇതിൻ്റെ വാല്യൂ, നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂ, നമ്മുടെ ബുദ്ധി മൂല്യം നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, ബുദ്ധിയിലുണ്ടായിരിക്കണം. അതേസമയം തന്നെ എന്തൊക്കെ പ്രാപ്തി ഉണ്ടാകുന്നുണ്ട് ആ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം. तो हमारे लिए तो अभी समय भी खजाना है, संकल्प भी खजाना है, ये जन्म भी हमारा खजाना है. ज्ञान योग तो है ही सबसे बड़ा अविनाशी खजाना. तो इसको हमें कैसे सेव करना है अपने जीवन के अंदर, उसकी वैल्यू को समझते हुए ध्यान रखना है कि कुछ भी मेरा ऐसे व्यर्थ नहीं जाना चाहिए. അതുകൊണ്ട് നമുക്ക് സമയം, സങ്കല്പം, നമ്മുടെ ഈ ജന്മവും ഖജനാവാണ്, ജ്ഞാനവും യോഗിയും ഏറ്റവും വലിയ ഖജനാവാണ്. അതുകൊണ്ട് ഈ ജന്മം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും തന്നെ വേസ്റ്റായി പോകരുത്, പാഴായി പോകരുത്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. तो बाबा कहते हैं ना कि सतयुग का जन्म तो सोने जैसा होगा पर अभी का जन्म हीरे जैसा है. ബാബ പറയില്ലേ, സത്യത്തിലെ ജന്മം സ്വർണ്ണ തുല്യാണ്, പക്ഷേ വർത്തമാന ജന്മം വജ്രതുല്യമാണ്. क्योंकि ये कमाई का टाइम है. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് സമ്പാദിക്കേണ്ട സമയം. आपकी हर संकल्प में भी कमाई है, हर बोल में भी कमाई है, हर सेकंड में भी कमाई है. നിങ്ങളുടെ ഓരോ സങ്കല്പത്തിലും ഓരോ വാക്കിലും സമ്പാദ്യമാണ്, ഓരോ സെക്കൻഡിലും സമ്പാദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. जैसे आज की दुनिया के बड़े बड़े अरबपति, उनकी कैसे ये सारी कमाई है. वो कहते हैं हमारा एक फ़ोन कॉल से ही हम लाखों की कमाई कर लेते हैं. ऐसा सिस्टम उन्होंने अपना धीरे धीरे बना लिया है. तो आपका जीवन तो भगवान ने शुरुआत से ही ऐसा बनाया कि आपके एक एक संकल्प से आपका भविष्य बन रहा है, वर्तमान भी बन रहा है. ഇന്നത്തെ വലിയ വലിയ കോടിപതികളായ ബിസിനസ്മാൻമാരുണ്ടല്ലോ, അവർ പറയല്ലോ എൻ്റെ ഒരു ഫോൺ കോൾ കൊണ്ട് തന്നെ ലക്ഷങ്ങളാണ് ഞാൻ സമ്പാദിക്കുന്നതെന്ന്. നോക്കി നോക്കൂ, നമ്മുടെ ഈ ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം തന്നെ ഓരോ സങ്കല്പത്തിലൂടെ തന്നെ എത്രയോ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ജീവിതമാണ് ബാബ നമുക്ക് തന്നിരിക്കുന്നത്. तो बाबा ने तो हमें हर रीति से हमारी उन्नति थोड़े ही समय के अंदर अविनाशी हो जाए, जन्म जन्म की हो जाए, ऐसी विधि दे दी है. ബാബ നമുക്ക് അല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ഉന്നതി അവിനാശിയാകണം, കുറേ സമയം ജന്മജന്മങ്ങളിലേക്കാകണം, അതിനുള്ള വിധിയാണ് ബാബ നമുക്ക് തന്നിരിക്കുന്നത്. और अभी तो संगम युग भी थोड़ा सा रह गया, बस ज़्यादा नहीं है. ഇനി സംഗമയുഗം ഒത്തിരി സമയമേ ഉള്ളൂ, കൂടുതൽ സമയമൊന്നുമില്ല. तो आप सब तो बड़े भाग्यशाली हो जो टाइम पर सारे राज आपने जान लिए. നിങ്ങളെല്ലാവരും വലിയ ഭാഗ്യശാലികളാണ്, കാരണം സമയത്ത് തന്നെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. तो हमें तो खुशी होनी चाहिए, अपने भाग्य के लिए कितना अंदर उत्साह होना चाहिए कि मैं अभी सब कुछ कर सकती हूँ. और देखो इस अंतिम जन्म में भी भगवान ने आपको सब कुछ दिया है. അപ്പം നമുക്ക് സന്തോഷമാണ്, നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് അന്തിമ ജന്മമാണ്. ഈ അന്തിമ ജന്മത്തിൽ പോലും ഭഗവാൻ നമുക്ക് എല്ലാം നൽകിയിരിക്കുന്നു. अच्छा खा रहे हो, अच्छा पहन रहे हो, अच्छा सो रहे हो, अच्छा सोच रहे हो, अच्छी बातें सुन रहे हो, बोल रहे हो, और क्या चाहिए. നന്നായി കഴിക്കുന്നുണ്ട്, നന്നായി ഉടുക്കുന്നുണ്ട്, നന്നായി ഉറങ്ങുന്നുണ്ട്, നന്നായി ചിന്തിക്കുന്നുണ്ട്, നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടേ? നല്ലത് കേട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇനി എന്ത് വേണം? चाहिए और कुछ? ഇനി വല്ലത് വേണോ? भगवान के खजाने मिल गए, हाँ, ईश्वरीय खजाने मिल गए.
ഭഗവാന്റെ ഖജനാവ് തന്നെ കിട്ടി, ഈശ്വരീയ ഖജനാവ് തന്നെ കിട്ടിയിരിക്കുന്നു. तो हमेशा अपने इन खजानों की वैल्यू को मन में लाओ, रमण करो उसके अंदर. എപ്പോഴും ഈ ഖജനാവുകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവണം. അതിനെക്കുറിച്ച് അതിന് നമ്മൾ രമിച്ചുകൊണ്ടിരിക്കണം, ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. तो आपका पुरुषार्थ सदा तीव्र रहेगा, कभी भी अलबेलापन आ ही नहीं सकता. അപ്പം താങ്കളുടെ പുരുഷാർത്ഥം സദാ തീവ്രമാകും, ഒരിക്കലും അതിൽ അശ്രദ്ധ അല്ലെങ്കിൽ ആലസ്യം വരാൻ സാധ്യമല്ല. तो आपको ऐसे अनुभव होगा जैसे आपके भविष्य की तस्वीर आपके सामने है. നിങ്ങൾക്ക് അനുഭവമാകും, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എന്താകും എന്നുള്ള ചിത്രം നിങ്ങളുടെ മുന്നിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവമാകും. ब्रह्मा बाबा को इतनी खुशी होती थी, इतना नशा चढ़ता था. बाबा कई बार मुरली सुनाते सुनाते हिस्ट्री हॉल में संदली होती थी ना, बाबा बैठते थे ऐसे, तो सुनाते सुनाते बाबा श्री कृष्ण की एक्टिंग करना शुरू कर देता था, ऐसे छोटा बच्चा बन के जैसे ना, और ऐसे घुटना ऊपर करके कि मैं मिचनू श्री कृष्ण हूँ. तो बाबा को अपने से ही ऐसा एहसास होता था, मैं सचमुच बस ऐसा बन गया. ബ്രഹ്മ ബാബ പാണ്ഡവ ഭവനിലെ ആ ചെറിയ ബാബ ഇരിക്കുന്ന ചിത്രം കണ്ടിട്ടില്ലേ നിങ്ങൾ? കാലുമടക്കി അങ്ങനെ ഇരുന്ന് മുരളി കേൾപ്പിച്ച് 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 ലഹരി അങ്ങ് കയറിയിട്ട് സ്വയം ശ്രീകൃഷ്ണനായി എന്നുള്ള ഫീൽ ചെയ്യും. എന്നിട്ട് ആ മുട്ടിൽ നടക്കുന്ന പോലെ ചെറിയ കുട്ടിയെ പോലെ ഞാൻ ശ്രീകൃഷ്ണനായി എന്ന് ഫീൽ ചെയ്യുമായിരുന്നു ബ്രഹ്മ ബാബ. तो ऐसा हमारा रूहानी नशा सदा रहे. അത്രയും ആത്മീയ ലഹരി നമുക്കുണ്ടായി, എപ്പോഴും ഉണ്ടായിരിക്കണം. तो निश्चय माना हमारी फाउंडेशन इतनी मजबूत है, और नशा माना हमारा हमेशा ही बुद्धि योग बाबा के साथ है, कोई प्रकार की और बातें आ ही नहीं सकती. നിശ്ചയം, അതായത് നമ്മുടെ അടിത്തറ ഫൗണ്ടേഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കണം. ലഹരി നമ്മുടെ ബുദ്ധിനെ സദാ ബാബയുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് രണ്ടും ആയാൽ ഒരു പ്രശ്നത്തിനും നമ്മുടെ മുന്നിൽ വരാനേ സാധ്യമല്ല. ओम शांति. ഓപ്ഷൻ സ്ട്രോങ് ആയി കൈയടിച്ചൂടെ? ഇത്ര ഹൃദയം നിറഞ്ഞു കിട്ടിയിട്ട്. खुश नसीब हूँ बाबा, मुझको तेरा प्यार मिला. मैं खुश नसीब हूँ बाबा, मुझको तेरा प्यार मिला. पाते ही तेरी एक झलक, पाते ही तेरी एक झलक, मुझको